ഓം ശാന്തി. ഇന്ന് നെഗറ്റീവിനെ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെയെങ്കിലും കടത്തി വിട്ടുപോയാൽ ഉള്ളിൽ പോയതൊന്നും തന്നെ പുറത്തേക്ക് ഏതെങ്കിലും വഴിയിലൂടെ പോവാതിരിക്കില്ല. ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആരാണോ തൻ്റെ ജീവിതത്തിൽ നെഗറ്റീവിനോട് കൂട്ടുകൂടുന്നത്, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലേക്ക് പോയതായിട്ടുള്ള നെഗറ്റീവ് ഒന്നും തന്നെ ഒരു വിധത്തിലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താതെ അത് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കഴിയുന്നത്രയ്ക്ക് നെഗറ്റീവിനെ സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നെഗറ്റീവ് തോട്ട്സിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാനുള്ളതായിരിക്കുന്ന പ്രതിവിധി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഒരു പെൻഗ്വിൻ അല്ലെങ്കിൽ മുയൽക്കുട്ടൻ, കരടിക്കുട്ടൻ അവരൊക്കെ ഇങ്ങനെ കൈകൾ തുറന്നു പിടിച്ച് നിൽക്കുന്നതായിരിക്കുന്ന ഒരു പാത്രം. വേസ്റ്റ് ബിൻ, ആർക്ക് വേണമെങ്കിലും അതിലെന്ത് വേണമെങ്കിലും നിക്ഷേപിക്കാം. പേപ്പർ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലിടാം, മറ്റെന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലിടാം. അതൊരിക്കലും എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് തരംതിരിച്ച് പറയാറില്ല. അത് എന്തതിലിട്ടാലും അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ മനസ്സിനെ ഒരു വേസ്റ്റ് കൊട്ടയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ പോകുന്നത് എന്തും സമയമെടുക്കുമ്പോൾ അത് അതിൻ്റെ തീവ്രമായിരിക്കുന്ന ശക്തിയോടുകൂടി പുറത്തേക്ക് വരും. അത് നെഗറ്റീവാണെങ്കിൽ ഒരു വിഷപദാർത്ഥം ആഹാരമായിട്ട് വയറ്റിൽ ചെന്നാൽ അത് വളരെ അല്പമായിട്ടാണ് വയറ്റിൽ ചെന്നിട്ടുള്ളതെങ്കിൽ പോലും അത് പതുക്കെ 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 അവിടെ ഫോം ചെയ്ത് ഗ്യാസ് വന്നു, പതുക്കെ വയറിൽ അസുഖം ഉണ്ടാക്കി, അങ്ങനെ നിങ്ങളുടെ വയറിലൊരു രോഗിയാക്കി അത് മാറ്റിക്കളയുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിരിക്കുന്ന ഇൻഫോർമേഷൻസ് എന്തെങ്കിലും സ്വീകരിച്ചാൽ അതും പതുക്കെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ച് സമയം വരുമ്പോൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ അന്ന് ഇതാ പറഞ്ഞിരിക്കുന്നു, അതുപോലെ ഇതാ നടക്കുന്നു, അവർ പറഞ്ഞ പോലെ അത് വന്നിരിക്കുന്നു, ഇങ്ങനെ മാല കോർത്ത് അവസാനം നെഗറ്റീവിൻ്റെ മാല കഴുത്തിൽ അണിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ നെഗറ്റീവാണ് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ഒരാളുടെ മാനസികാവസ്ഥ തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ അവസ്ഥയിൽ വീണ് കഴിയുമ്പോൾ നെഗറ്റീവാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും സമയമായി പോയി കഴിഞ്ഞു. സങ്കല്പത്തിൻ്റെ നിയമം നമ്മൾ പഠിച്ചിട്ടുള്ളതൊന്ന് ഓർത്ത് നോക്കുക. 90% തോട്ട്സ്, ഇന്നലത്തെ തോട്ട്സ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കയറി വരും. അത് വീണ്ടും നാളേക്ക് കുറച്ചുകൂടെ കൂടിക്കൊണ്ട് പോകും. ഇങ്ങനെ നെഗറ്റീവ് നമ്മളെ എങ്ങനെയാണ് വിഴുങ്ങുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ പതുക്കെ നമ്മളെ നെഗറ്റീവ് കൊല്ലും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവനവൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഘടകം. ഒരു വിഷം നിറഞ്ഞതായിരിക്കുന്ന വായുവാണെന്നറിഞ്ഞാൽ നമ്മൾ മൂക്ക് പൊത്താറുണ്ട്. വിഷം നിറഞ്ഞതായിട്ടുള്ള ആഹാരമാണെന്ന് പറഞ്ഞാൽ കഴിക്കാതെ കളയാറുണ്ട്. മാലിന്യം നിറഞ്ഞ വെള്ളമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മടുപ്പും കൂടെ അതെനിക്ക് വേണ്ടാന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മാലിന്യം നിറഞ്ഞ ചിന്തകളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നോ പറയാൻ യാതൊരു വിഷമവും നമുക്ക് കാണിക്കരുത്. അതിനെ കാണാതെയും കേൾക്കാതിരിക്കാൻ ശ്രമിക്കണം. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ക്ലാസ് മുറിയിൽ സാറ് നന്നായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസറുടെ രസകരമായിട്ടുള്ള ശൈലിയിൽ അവിടെയുള്ള എല്ലാ കുട്ടികളും അങ്ങനെ സ്വയം മറന്നു പോലെ ക്ലാസ്സിൽ ലയിച്ചിരുന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി അറിയാതെ തൻ്റെ കൈ കീശയിലിട്ട് നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി. കാരണം അന്ന് അവൻ്റെ അച്ഛൻ അവന് സമ്മാനമായി വാങ്ങിക്കൊടുത്ത, ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തതായിട്ടുള്ള വില പിടിച്ച ഒരു വാച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കയ്യിൽ കെട്ടുമ്പോൾ അവൻ്റെ ശ്രദ്ധ വീണ്ടും കയ്യിലെ ആ വാച്ചിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വാച്ചിനെ എടുത്ത് അവൻ്റെ കീശയിലിട്ട് വെച്ചു. അങ്ങനെ കീശയിലിട്ട് വെച്ച വാച്ച് അറിയാതെ അവൻ്റെ കൈ ആ കീശയിലെ വാച്ച് തൊടാൻ നോക്കിയപ്പോൾ കീശയിൽ വാച്ച് കാണുന്നില്ല. അവൻ ഞെട്ടി എഴുന്നേറ്റു. സാർ ക്ലാസ് നിർത്തി ചോദിച്ചു, എന്ത് പറ്റി മോനെ? സാർ, ഇന്ന് ഞാൻ കെട്ടിക്കൊണ്ടുവന്നൊരു വാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ്. വളരെ വില പിടിച്ചതായിരിക്കുന്നൊരു വാച്ചാണ്. ഞാൻ കീശയിൽ നോക്കുമ്പോൾ ആ വാച്ച് കാണുന്നില്ല എന്ന്. അപ്പോൾ ഉടനെ തന്നെ എനിക്കിപ്പോൾ തന്നെ ഇവിടെ ആരോ എടുത്തെന്ന് ഉറപ്പാണ് സാറേ, ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കണം സാറെന്ന് പറയുകയാണ്. സാർ ഒരു മിനിറ്റ് മോനെ എന്ന് പറഞ്ഞങ്ങനെ ആലോചിച്ച് നിന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കറുത്ത പട്ടീസ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളുടെ കണ്ണിലും കറുത്ത പട്ടീസ് കെട്ടി. എന്നിട്ട് ഓരോരുത്തരുടെ കീശയിലായിട്ട് സാറ് കൈയിട്ട് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കീശയിൽ നിന്ന് ആ വാച്ച് കിട്ടി സാറിന്. ആ വാച്ച് ആരോടും കാണിക്കാതെ സാർ ആ കുട്ടിയുടെ ഓണറായിട്ടുള്ള കുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് വാച്ച് പിടിപ്പിച്ചു. അവൻ കണ്ണു തുറന്നു, സന്തോഷമായിപ്പോയി. ഈ എടുത്ത കുട്ടി പേടിച്ചിരുന്നു. അടുത്ത നിമിഷം എല്ലാവരുടെ മുന്നിലും എന്നെ അപമാനിക്കും എന്ന് വിചാരിച്ചു.
പിറ്റേ ദിവസം അതേ പേടിയോട് കൂടിയിട്ട് ഈ വിദ്യാർത്ഥി ക്ലാസ്സിൽ വന്നു. സാർ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും വാച്ച് കിട്ടിയല്ലോ, സന്തോഷമായിട്ടില്ലേ മോനെ, ഇനി നമുക്ക് ക്ലാസ് തുടരാമെന്ന് പറയുന്നു. സാറ് ക്ലാസ് എടുത്തു. അന്നത്തെ ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഈ കുട്ടി ഓരോ ദിവസവും വാച്ച് കട്ടെടുത്ത കുട്ടി ഭയത്തോടെ ക്ലാസ്സിൽ വന്നു. ഇന്ന് സാർ എന്നെ പൊളിക്കും, ഇന്ന് സാർ എന്നെ വഴക്ക് പറയും എന്ന പ്രതീക്ഷയോടെ അവൻ ദിവസവും ക്ലാസ്സിന് വന്നു. അങ്ങനെ ആ വാച്ചിൻ്റെ കാര്യം, കാണാതായ കാര്യം, കിട്ടിയതാരക എന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. അതങ്ങ് മറന്നുപോയി. കാലം കടന്നുപോയി. ആ കുട്ടി വലിയൊരാളായിത്തീർന്നു. ഒരു ദിവസം അവരെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ആ കുട്ടിയെ തന്നെ ആ സ്കൂളിലേക്ക് ആദരിക്കാനും ഇനാഗ്രേഷനൊക്കെ ആയിട്ട് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് ആ കുട്ടി സ്കൂളിൽ വന്നപ്പോൾ ആദ്യം ഇദ്ദേഹം അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മാഷാണ്. ഇന്ന് കുറച്ച് വൃദ്ധനായി പെൻഷനോട് അടുത്ത് നിൽക്കുന്ന സമയമായി. വന്ന് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട്, പ്രിൻസിപ്പളായിട്ട് മാറിക്കഴിഞ്ഞു അന്നത്തെ സ്കൂൾ മാസ്റ്റർ. ആ പ്രിൻസിപ്പലിൻ്റെ കാൽക്ക തൊട്ട് അവൻ കണ്ണീരോട് കൂടിയിട്ട് കാൽക്ക തൊട്ട് വന്നിക്കുക. അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരുമില്ല, അവനും ആ പ്രിൻസിപ്പളും മാത്രമേ ഉള്ളൂ. സാറിനറിയോ, പണ്ട് സാറ് ക്ലാസ്സിൽ കറുത്ത തുണി കെട്ടിയിട്ട് എല്ലാവരുടെ കീശയിലും തപ്പി നോക്കി അവസാനം സാറ് വാച്ച് കണ്ടെത്തിയത്, അതിൽ ആ വാച്ച് കട്ടെടുത്ത കുട്ടി ഞാനായിരുന്നു. എന്നും ഞാൻ പേടിയോടുകൂടെ ക്ലാസ്സിൽ വന്നു. ഇന്ന് സാറ് പറയും, നാളെ സാറ് പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരിക്കലും സാറ് പറഞ്ഞില്ല. പക്ഷെ ആ ഒരു വേദന എൻ്റെ ഉള്ളിൽ തിങ്ങലായി മാറി. ഞാൻ ഇനി ഒരിക്കലും കട്ടെടുക്കില്ല, ഞാൻ പിടിക്കപ്പെട്ടാലോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ആ ഒരു ഇവൻ്റാണ് സാറ് എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനമായി മാറിയത്. അന്ന് സാറ് എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനൊരു നല്ല ആളാവാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. അപ്പോൾ ആ സാറ് ചോദിക്കുമോ നീയായിരുന്നു ആ കുട്ടിയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയണം, മോനെ അന്ന് എല്ലാവരുടെ കീശയിലും തപ്പി നോക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ എൻ്റെ കണ്ണിലും കറുത്ത പട്ടീസ് കെട്ടിയിട്ടുണ്ടായിരുന്നു, കറുത്ത തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഏത് കുട്ടിയാണോ ഇതെടുത്തത് ആ കുട്ടിയുടെ മുഖം ഞാൻ അറിയരുത് എന്ന് ഞാൻ നിശ്ചയിച്ചു. അല്ലെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ വരുമ്പോൾ ഇവനൊരു കള്ളനാണ് എന്ന് എൻ്റെ മനസ്സിൽ വരരുത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലുകൂടി കറുത്ത തുണി കെട്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. ഇതാണ് നെഗറ്റീവിനെ സ്വീകരിക്കാതിരിക്കാനുള്ള വഴി. അതുകൊണ്ട് ആരുടെയെങ്കിലും തെറ്റ് കാണാൻ, അവരൊരു തെറ്റുകാരാണ്, തെറ്റിൻ്റെ വഴിക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ തെറ്റിനെ കാണാൻ നമ്മൾ ശ്രമിച്ചാൽ പോലും അത് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അത് ഉള്ളിൽ കിടന്ന സമയം വരുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ സംസ്കാരമായിട്ടാണ് പുറത്തു വരിക, അവരുടെ കുറ്റമായിട്ടല്ല പുറത്തു വരുന്നത്. ഇന്ന് നിങ്ങളൊരാൾ തെറ്റിനെ കണ്ടു, ഞാൻ ആരോടും പറയുന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അവരെ തെറ്റ് കണ്ട് നമ്മുടെ ഉള്ളിൽ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉള്ളിലൊരു ഇൻഫോർമേഷനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അത് ധാരണയിൽ അത് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരുമ്പോൾ അത് അവരുടെ സംസ്കാരമായിട്ടല്ല പുറത്തു വരുന്നത്, അവരുടെ കുറ്റമായിട്ടല്ല പുറത്തു വരുന്നത്, നമ്മുടെ സംസ്കാരമായിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പരമാത്മ മഹാവാക്യം, ഗുണഗ്രാഹിയാകാൻ പഠിക്കൂ. മറ്റുള്ളവരുടെ ഗുണങ്ങളെ എത്ര വേണമെങ്കിലും നിങ്ങൾ കണ്ടോളൂ, അത് സമയം വരുമ്പോൾ നിങ്ങളുടെ സംസ്കാരമായിട്ട് പുറത്തേക്ക് വരും. മറ്റുള്ളവരുടെ അവഗുണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും സംസ്കാരമായിക്കൊണ്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് നെഗറ്റീവിനെ ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവായിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് കാര്യങ്ങളെ കാണാനും കേൾക്കാനും സാധ്യതയില്ലാത്ത രീതിയിൽ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ കാഴ്ചകളെ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെ എല്ലാത്തിനും ഫിൽറ്റർ ചെയ്തുകൊണ്ട് പോസിറ്റീവിനെ സ്വീകരിക്കാനും നെഗറ്റീവിനെ ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കണം. എന്നാലേ എപ്പോഴും പോസിറ്റീവായിരിക്കാനും എപ്പോഴും ഹാപ്പി ആയിരിക്കാനും സാധിക്കൂ. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആവാൻ, എപ്പോഴും പോസിറ്റീവാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.